സൗകര്യമുള്ളവന്മാര് ഏണി പിടിച്ചത് നീയാണല്ലോ, അതുകൊണ്ട് നീ ബാക്കി സൗകര്യം ഇല്ലാത്തവന്മാരുടെ സൗകര്യക്കുറവ് ഇന്നത്തോടെ ഞാൻ തീർക്കും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗ്രൂപ്പിൽ. ഇനി എന്റെ അടുത്ത് ആരും പറയല്ലേ, ഞാൻ സപ്പോർട്ട് ചെയ്യൂല. അല്ല, എന്റെ അടുത്ത് ഒരുത്ത സംസാരിച്ചോണ്ട് വരരുത്. ഇപ്പഴേ പറയാണ്, ബെല്ലാരും കളിക്കും. ഞാൻ ഒരു സംശയം എന്നും പറയണ പോലെ അല്ല, ഞാൻ സീരിയസ്. ഞാൻ സപ്പോർട്ട് ചെയ്യൂല, ഞാൻ സപ്പോർട്ട് ചെയ്യൂല, ഞാൻ സപ്പോർട്ട് ചെയ്യൂല. ഞാൻ ഇല്ല ഇല്ല, ഞാൻ വരൂല, ഞാൻ വരൂല, ഞാൻ വരൂല, ഞാൻ വരൂല, ഞാൻ നിർത്തി. ആ അതാണ്, നമുക്കൊക്കെ ഇത്ര ദൂരെ ട്രാവൽ ചെയ്ത് പോകാനുള്ളതാണ്. നമുക്ക് അതുകൊണ്ട് പറഞ്ഞിട്ടത് ജുനാഥനാണെന്ന് അവന്. നാളെ അവന് ലാരിമല്ലിൽ കളിക്കാൻ പോലുള്ള പ്ലെയർ ആണെന്നാണ് അവന്റെ വിചാരം. ജുനാഥൻ വിളിച്ചെങ്കിൽ നാളെ ജുനാഥന്റെ ഒരു ഗ്യാങ് ഉണ്ട് അവിടെ. അവിടെ സോൾ സിറ്റിയിൽ ഒരു ഗ്യാങ് ഉണ്ട് ജുനാഥന്റെ, അവിടെ പോക്കോ. അല്ല സരക്കെ, ഇന്ന് രാത്രിയില് ടിവിയുടെ ഇൻസ്റ്റാഗ്രാം പേജില് ഞാനൊരു 6 പേരുടെ പേര് ഞാനിപ്പോ പോസ്റ്റ് ചെയ്യും. അവർ 6 പേരും ബെല്ലാരിലായിരിക്കും. ഒരു സംശയം വേണ്ട, അതിൽ ആര് സംസാരിക്കാൻ ദൈവത്തിന്റെ അടുത്ത് വരരുത്. ആൻഡ് നമ്മളൊരു 6 റിക്രൂട്ട്മെന്റ് എടുക്കുന്നുണ്ട്. പുതിയ പിള്ളേർ കളിക്കട്ടെ, പുതിയ പിള്ളേർ കളിക്കട്ടെ, അതാണ് നല്ലത്. ഇവിടെ കേറുന്നതും വരെ മറ്റേ ഹാർഡ് വർക്കും ഹാർഡ് ഗ്രൈൻഡിങ്ങും കേറി കഴിഞ്ഞ കുണ്ണത്തരം കാണിക്കുന്നവന്മാർക്ക് ഇത് ഞാൻ തരാം. സക്കീർ പയ്യൻ കേറി കളഞ്ഞു കേട്ടോ, എത്ര അരങ്ങായിരുന്നിട്ട്. സക്കീർ എന്റെ അവിടെ വേസിലുണ്ടായതാ. ഞങ്ങളെ മറ്റേ വൈറ്റ് ലിസ്റ്റിംഗ് ചെയ്തില്ലായിരുന്നു, അത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ. അല്ല പുതിയ പിള്ളേർ അതിനകത്ത് കയറാനും ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഓപ്പൺ ആയിട്ട് തന്നെ പറയാണ്, ഇനി ഒരുത്തന്റെ അടുത്തും നിങ്ങളുടെ കൂടെ കളിപ്പിക്കുന്നതിൽ, ഇവനെ കളിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് സൗകര്യക്കുറവുണ്ടോ എന്നുള്ളത് നിന്നോട് മെമ്പേഴ്സിനോടൊന്നും ഒരുത്തനോടും ഞാൻ ചോദിക്കത്തില്ല. ടിവിയിൽ വരുന്നവരുടെ കൂടെ കളിക്കുക. നിനക്കൊക്കെ പിണക്കം ഉണ്ടെങ്കിൽ നീയൊക്കെ പിണങ്ങിയിരുന്നോ, നിങ്ങളെ മാറ്റിത്തരാം. അതിൽ കൂടുതൽ വേറെ വർത്താനം ഒന്നുമില്ല. എനിക്ക് തെണ്ടാൻ വയ്യ സിറ്റുവേഷനിലേക്ക് ഏറ്റാൻ. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം, താഴോട്ടല്ല കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് 6 പേരെ ഞാൻ ഇന്ന് കളയും, 6 പേരെ റിക്രൂട്ട് ചെയ്യും. വേറെ വർത്താനം ഒന്നുമില്ല. വരുന്നറ എന്തൊരു വയസ്സ് ഒരു സാധനം കുറെ ആരായിട്ട് കഴുത്തിന്റെ എനിക്ക് കുറച്ച് കാര്യം ഞാൻ വേറെ മെമ്പേഴ്സിന്റെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. ചന്ദ്രൻ ഉണ്ടായിരുന്ന ചന്ദ്രനും കൂടെ വിളിച്ച് ഞാൻ സംസാരിച്ചേനെ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോടാ, ഇത് വെച്ചാ ഇപ്പം എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് ഇത് എനിക്കിത് പഴയതുപോലെ ആക്കണ്ട. അപ്പോൾ എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകണം. ഇത് നമുക്ക് ഇപ്പം നീ ആണേലും ആരാണേലും ഈ പറയണതുപോലെ നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചു കയറ്റാൻ പറ്റത്തില്ല. ഇവരെല്ലാം പല കാര്യങ്ങളായിട്ട് ഇരിപ്പുണ്ട്. നിനക്ക് അറിയാലോ, ഞാൻ പറയാതെ തന്നെ അറിയാം 2 പേർക്കും. അപ്പൊ ഇതിനകത്തോട്ട് വലിച്ചു കയറ്റാൻ ഓരോരുത്തരെ വിളിച്ചു കയറ്റാൻ പറ്റത്തില്ല. ഇവരെല്ലാം പല കാര്യങ്ങളായിട്ട് ഇരിപ്പുണ്ട്. നിനക്ക് അറിയാലോ, ഞാൻ പറയാതെ തന്നെ അറിയാം 2 പേർക്കും. അപ്പൊ ഇതിനകത്തോട്ട് വലിച്ചു കയറ്റാൻ നിർബന്ധിക്കണ്ട ഇനി ആരെയും. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ എത്രയും നാൾ എല്ലാരും ഇപ്പൊ നീ തത്സമയം കൂടെ ആയോണ്ടാ ഞാൻ പറയുന്നത്. എല്ലാരും പറയണ ബെല്ലാരിൽ ഇടുന്നത് വെറുതെയാണ് എന്നൊക്കെ പറയണമുണ്ട്. അത് ഈ വട്ടം തൊട്ട് വെറുതെ അല്ല, അത് എന്തായാലും മാറ്റിയിടും. ഞാൻ ഓൾറെഡി രായനെ ഇപ്പൊ വിളിച്ചത് അതുകൊണ്ടാണ്. ഞാൻ ബെല്ലാരിലെ 2 പേരെ ഓൾറെഡി സെലക്ട് ചെയ്യാൻ ഇപ്പൊ അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ ഓൾറെഡി 2 പേരെ സെലക്ട് ചെയ്തിട്ട് നാളെ അല്ല മറ്റന്നാൾ തന്നെ ഞാനത് ഇടും. 2 പേരെ ഞാനിപ്പോ ഓൾറെഡി മാറ്റുവാണ്. ഇപ്പൊ അതിന്റെ പേരില് ഇത് വേണ്ട. ഇനി ഞാൻ പറഞ്ഞ വേറെ എല്ലാ കാര്യങ്ങളിലും എൻഗേജ് ആണ്. ഈ സെയിം സമയത്ത് 2 പേര് ആരെന്നുള്ളത് മൈൻഡില് ഉണ്ടോ? അതിനൊക്കെ ഐഡിയ ഉണ്ടോ? 2 പേരൊന്നും അല്ല, ഞാൻ പറയണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് സിറ്റിയിൽ ഇപ്പോഴും സിറ്റുവേഷൻ നടക്കുന്ന സമയത്താണെങ്കിൽ പോലും വേറെ ഗെയിംസിൽ എൻഗേജ് ആയിട്ട് ഇപ്പോഴും ഇരിക്കുന്ന ആൾക്കാരെ ഞാൻ ഇപ്പം കണ്ടിട്ടുണ്ട്. അതെനിക്ക് ഇനി എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ലടാ. ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് അപ്പാർട്ട് ഫ്രം എന്താണേലും എനിക്ക് എന്റെ ഗ്യാങ് ആണ് ഇമ്പോർട്ടന്റ്. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പൊ നമ്മളിത് പറയുന്നതിന്റെ ഇടയിൽ വേറെ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നവരുണ്ടോ? ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ഞാൻ അതുകൊണ്ട് ഞാനിപ്പോ അവരെ 2 പേരെ കുറച്ച് 2 അല്ല, ഒരു 3-4 പേരുണ്ട്. അവരെ ഞാനിപ്പോ എന്തായാലും മാറ്റുക. ലൈക്ക് അവർക്ക് തന്നെ ഒരു ബോധം വരണം. അതായത് നമ്മൾ ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് വന്ന് ഇവിടെ നിന്ന് ഇതായിട്ട് ഇത്രയും നാൾ കൂടെ നിന്നിട്ട് നമ്മുടെ ഒരു ആവശ്യത്തിന് എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടും വരുന്നില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഫെഡപ്പ് ആവുന്നതിലും നല്ലത്, അല്ലെങ്കിൽ നമ്മളെ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും നമ്മളൊരു സിറ്റുവേഷനിൽ 40 പേരെ അല്ലെ 15 പേരെ വിളിച്ചു കയറ്റാൻ തന്നെ 1 മണിക്കൂർ എടുക്കുന്നു. 15 പേരെ വിളിച്ചു കയറ്റാൻ തന്നെ എത്ര ദിവസമായിട്ട് അവരങ്ങനെ കാണുക. അപ്പൊ അവർക്കൊരു ഇതിലും നല്ലത് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ കമ്മിറ്റ്മെന്റ് നോക്കാതെ ചെയ്യുന്നതാണെന്ന് എനിക്ക് കുറച്ച് ദിവസമായിട്ട് തോന്നി തുടങ്ങിയതാണ്. എടാ, ഞാൻ തന്നെ എത്ര വട്ടം ഇവരോടൊക്കെ ഞാൻ എത്ര വട്ടം പറഞ്ഞു, ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് കേട്ടേണ്ട ആവശ്യമുണ്ടോ? ഇവർക്കൂടെ ഒരു തോന്നൽ വരണ്ടേ നമ്മൾ ടിവിക്ക് വേണ്ടിയാ കളിക്കുന്നതെന്ന്?
ആൻഡ് ഈ കമ്മിറ്റ്മെന്റ് ആണോ ഈ ഇപ്പൊ വരാതിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലേയേഴ്സ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക, ഇപ്പൊ വരാതിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലേയേഴ്സ് എന്തോ ഇതുപോലത്തെ ഇനാക്ടിവിറ്റി കാണിച്ചിട്ടാണോ നമ്മൾ ടി വിയിൽ എടുത്തത്? എന്തോരം ആക്ടിവിറ്റി കാണിച്ചിട്ട് ഇവരെയൊക്കെ വേറെ ഗ്യാങ്ങിലുണ്ടായിരുന്ന സമയത്ത് ഇവിടെ കയറുമ്പോൾ മാത്രം എന്താണ് ഇത്ര ഇത് വരുന്നത്? അതിൽ കുറച്ച് പേർക്ക് പണിഷ്മെന്റ് കൊടുത്താലേ ബാക്കിയുള്ളവർക്ക് പേടി വരുള്ളൂ. അതുകൊണ്ട് ഈ പണിഷ്മെന്റ് ഞാനായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുവാണ്. അപ്പൊ വേറെ ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചിട്ട് നിന്റെ അടുത്തും വിളിച്ച് പറയണത് ഓഡിയൻസിലൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലായിടത്തോട് പറഞ്ഞത്. അപ്പൊ ആർക്കും അങ്ങനെ ഒരു ഫീൽ ബാഡ് വരരുത്. അങ്ങനെ ഒരു ഫീൽ ബാഡ് ഇത് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്കിത് എടുത്തേ പറ്റുള്ളൂ. കത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നതും കത്തി. എന്തൊരു കഷ്ടമാണ്. എന്തല്ലോ ഒരു ഗെയിം കഥലോണം പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടെ അത് കത്തിപ്പോക്ക്. അവൻ്റെ വണ്ടിയും കൊണ്ട് വരാമൊക്കെ അവിടെ ആ വണ്ടി കൊണ്ടുവന്ന് കത്തിച്ചിട്ടിട്ട് അവൻ പോയി. അവൻ അവിടെ അടങ്ങിയിരുന്നെങ്കിൽ കത്തത്തില്ലായിരുന്നു. ഞാൻ കത്തിപ്പോയി പാറ ഈ ഹെലിയും കൊണ്ട് പറടാ. ഹെലി താഴെ ഇറക്കടാ, ചുമ്മായിട്ട് ഓടിക്കാതാ. എന്തിനീ ഹെലി ചുമ്മായിട്ട്? ഹലോ ചായ കേൾക്കാമോടാ? ഞാൻ ചെറുതായിട്ട് കത്തിപ്പോയി. ഓക്കെ ഞാൻ നീ തത്സമയം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഡിസൈഡ് ചെയ്തിട്ട് പറയാം കാര്യങ്ങളാണ്. നമുക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടാവൂടാ. അതിപ്പോ നീ ആണെങ്കിലും ഇപ്പൊ എല്ലാരും തത്സമയം വന്നിട്ട് നീ തന്നെ എത്ര വട്ടം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. അത് സിറ്റുവേഷൻ എടുത്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഞാനൊരു ലാസ്റ്റ് 2 മാസമായിട്ടാണ് RP-യില് മറ്റേ ഗൺ ഫൈറ്റ് സിറ്റുവേഷനിൽ വന്നു തുടങ്ങിയത് കുറെ നാൾക്ക് ശേഷം. അപ്പൊ എനിക്ക് മനസ്സിലായി ആ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലായി തുടങ്ങി. അപ്പൊ അത് ഇനി ഇങ്ങനെ പോണത് ശരിയല്ല. മനസ്സിലായി. എന്തായാലും നോക്കിട്ട് നമുക്ക് ഇതാക്കാം. എന്തായാലും എനിക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബെല്ലാരിന്ന് ഒരുമിച്ച് കുറെ പേരെ എടുക്കുന്നത് ശോകമാണ്. കാരണം അവരിപ്പോ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് ആ ലൈനപ്പിൽ നിന്ന് കുറെ പേരെ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരു കുറച്ച് കഷ്ടപ്പെട്ടാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഒരു ടീമും സെറ്റ് ആയത് കുറച്ച് ഒരുപാട് സാറിനൊക്കെ തോറ്റ് നല്ല ടീം. അവരുടെ അടുത്തൊന്നും സംസാരിക്കണം. അത് എനിക്കും താല്പര്യമില്ല അത് ഷോയിലപ്പ് ആക്കാൻ. കാരണം ഒരു ലൈനപ്പ് സെറ്റാക്കി കൊണ്ടുവരിക എന്ന് പറയണത് കുറച്ച് പാടുള്ള കാര്യമാണ്, നല്ല പാടുള്ള കാര്യം. അപ്പൊ അത്രയും അവർ അടിപൊളിയായിട്ട് കൊണ്ടുവന്നതിനകത്തുനിന്ന് പെട്ടെന്ന് 2 പേരെ എടുത്തു കഴിഞ്ഞാൽ അത് ടീമിനെ നല്ലപോലെ ബാധിക്കും. അല്ലെ 3-4 പേരൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബാധിക്കും. എനിക്ക് അവരോട് സംസാരിക്കണം. എനിക്ക് അവരോട് സംസാരിച്ചിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് എടുക്കാം. അത് കുഴപ്പമില്ല. നമുക്ക് പുറത്തുനിന്നാണെങ്കിലും എടുക്കാം. കംബാക്ക് അടിക്കാൻ വേണ്ടിട്ട് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. താല്പര്യം കളിക്കുക, അല്ലാത്തവർക്ക് ബാക്കിൽ കമ്മാണ്. പറ്റുമെങ്കിൽ കംബാക്ക് അടിക്കുക, അല്ലെങ്കിൽ ബാക്കിൽ അതേ ഉള്ളൂ. അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. എന്റെ മറ്റേ തത്സമയത്ത് വന്ന ഫേക്ക് ചാറ്റ് കണ്ടിട്ടാണ് നീ പറഞ്ഞല്ലേ? എന്റെ ഒരു സബ്സ്ക്രൈബർ ഉള്ള റൈവോർട്ടെക്സ് എന്നിട്ട് പറഞ്ഞ് ഐ വിൽ കം ബാക്ക് ആസ് സൂൺ ആസ് പോസിബിൾ എന്നൊക്കെ പറഞ്ഞ് ഒരുത്ത വന്നു കേട്ടോ. അവരെയാണ് പറയുന്നത്. ഇല്ലണ്ണ പയ്യൻ വരും